വിവാദ പ്രസ്താവനകളും ലേഖനങ്ങളും കൊണ്ട് നിരന്തരം കോൺഗ്രസിന്റെ തലവേദനയാകുന്ന ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ശശി തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടി. കോൺഗ്രസ് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തരൂരിനൊപ്പമുള്ളത്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്ന മുഴുവൻ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടല്ലാതെ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് പുള്ളി ചിന്തിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ വിഭിന്നമായ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പാർട്ടി എടുക്കുന്നതിന് വ്യത്യസ്തമായിട്ടുണ്ടാകില്ല. ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം പാർട്ടിക്ക് ദോഷകരമാണ്. കോൺഗ്രസ് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദോഷൈക ദൃക്കുകളല്ലാതെ മറ്റാരും ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ തരുണത്തിൽ പ്രസ്താവ്യമാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നുണ്ടാകും. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, തന്റെ വിവാദ പ്രസ്താവനകളിലൂടെ ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണ്ണിലെ കരടാണ് ശശി തരൂർ. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹവും വിമർശനത്തിന്റെ ഭാഷയിൽ തന്നെയാണോ സംസാരിക്കുന്നത്? അമൃത, നമുക്കറിയാം ശശി തരൂരിനെതിരെ വലിയ വിമർശനം നേരത്തെ തന്നെ കോൺഗ്രസിൽ നിന്ന് ഉയർന്നതാണ്. നിരന്തരം മോദിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പ്രശംസയും ശശി തരൂർ തുടരുന്നു. ഇതിനെതിരെ കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ രംഗത്ത് വന്നിരുന്നെങ്കിലും അതിൽ നിന്നൊന്നും പിന്മാറാൻ ശശി തരൂർ ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസവും ശശി തരൂർ തന്റെ പ്രസ്താവനകളെ ന്യായീകരിച്ചു കൊണ്ടാണ് രംഗത്ത് വന്നിരുന്നത്. എന്തായാലും ഈ പ്രസ്താവനകൾക്കെതിരെയാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ശശി തരൂർ ഇത്തരത്തിൽ പാർട്ടിക്ക് ദോഷമായ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് നേടാനുള്ള എല്ലാ കാര്യങ്ങളും ശശി തരൂർ ഇതിനോടൊപ്പം തന്നെ നേടിക്കഴിഞ്ഞു. അപ്പോൾ ശശി തരൂർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്ത ചില, അല്ലെങ്കിൽ നേടിക്കൊടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് കൂടി ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ പാർട്ടിയെ തകർക്കുവാനാണ് ശശി തരൂരിന്റെ നീക്കമെന്നുള്ള അതിശക്തമായ വിമർശനം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. കോൺഗ്രസ് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിൽ ശശി തരൂരിനൊപ്പമുള്ളതെന്നുള്ള വിമർശനം കൂടി ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉയർത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പാർട്ടി പുറത്താക്കണമെന്നാണ്. പക്ഷേ ഉചിതമായ സമയം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് തന്നെ എടുക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നവർ കോൺഗ്രസ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്റെ സിരകളിലൂടെ കോൺഗ്രസ് രക്തമല്ലാത്തവരാണ് ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നത്. തരൂരിന്റെ രക്തം അത് കോൺഗ്രസിന്റേതല്ല എന്നൊരു വിമർശനം കൂടി ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉയർത്തുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം ശശി തരൂരിനെതിരെ അതിരൂക്ഷ വിമർശനം കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. ഇത്തരത്തിൽ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുകയും അതുപോലെ തന്നെ നിരന്തരം മോദി പ്രശംസ ശശി തരൂർ തുടരുന്നു. മുതിർന്ന നേതാക്കൾ അടക്കം വലിയ വിമർശനം ഉന്നയിച്ചിരുന്ന പോലും അതിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ശശി തരൂർ ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല. എന്തായാലും അതിരൂക്ഷ വിമർശനം കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി രാജ്മോഹൻ ഉണ്ണിത്താനാണ് ശശി തരൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അമൃത. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.